ചാർച്ച വിരലിന്മേൽ മൈരത്തങ്ങൾ മോതിരമായ പേർക്കേകി സ്തീഫായാൽ ഞാൻ വേട്ടോളാം സുമുഖി സ്വാഗതമോദം പ്രാഥമികേതം ഞാൻ പോകി വിട്ടിടാം ഞാൻ പോകായേ ദൈവത്താൽ നീതീകരിക്കപ്പെട്ട ഈ സാക്ഷ്യത്തിനായി ഒരുങ്ങി വന്നിരിക്കുന്ന വിശ്വാസികളെ നിങ്ങളുടെ ബുദ്ധിമുട്ടിനെ 30, 60, 100 ഇരട്ടിയായി അവിടുന്ന് പ്രതിഫലം നൽകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിൻ്റെ സ്ലീബ രാവും പകലും നിങ്ങളോടുകൂടെ സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവൻ്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. ആമേൻ. ഏറ്റവും അനുഗ്രഹകരവും ഏറ്റവും സന്തോഷപ്രദവുമായ മുഹൂർത്തങ്ങളായിട്ട് വേണം ഈ ദേവാലയത്തിൽ ചിലവഴിക്കുന്ന ഈ നിമിഷങ്ങളെ വിലയിരുത്തേണ്ടത്. അതിൻ്റെ കാരണം സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം തമ്പുരാൻ നിശ്ചയിച്ച് ഉറപ്പിച്ച കുടുംബജീവിതം എന്ന ആ വലിയ പ്രക്രിയയിലേക്ക്, വലിയ വ്യവസ്ഥയിലേക്ക് ഈ മക്കൾ പ്രവേശിക്കുകയാണ്. അത് ഇരുവരുടെയും സമ്മതത്തോടും നിശ്ചയത്തോടും ഉറപ്പോടും കൂടെയാണ്. അങ്ങനെ ഈ മക്കൾ ഇരുവരും അവരുടെ ഭവനക്കാരുടെ സമ്മതത്തോടും ആലോചനയോടും തീരുമാനങ്ങളോടും ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഈ വിശുദ്ധാലയത്തിൽ അടുത്തു വരികയാണ്. തുടർന്നാണ് വിവാഹ ശുശ്രൂഷയിലേക്ക് അല്ലെങ്കിൽ കിരീടം വാഴ്വിൻ്റെ ശുശ്രൂഷയിലേക്ക് കടക്കുന്നത്. എന്നാൽ അതിനു മുമ്പായിട്ട് ചില കാര്യങ്ങൾ ഈ മണവാളൻ്റെയും മണവാട്ടിയുടെയും ഈ ആരാധനയിൽ സംബന്ധിക്കുന്ന എല്ലാവരുടെയും ശ്രദ്ധയിലേക്ക് കൊണ്ടുവരണം എന്നാഗ്രഹിക്കുകയാണ്. എല്ലാ രംഗങ്ങളിലും ഈ പറയുന്ന മാറ്റങ്ങൾ അല്ലെങ്കിൽ ചേഞ്ചസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ കുടുംബജീവിതം എന്ന അതിവിശുദ്ധമായ ആ വലിയ യാഥാർത്ഥ്യം, അതിനും ആ ധാരണകൾ, സങ്കല്പങ്ങൾ, അതിനും ചില വ്യതിയാനങ്ങൾ അടുത്ത കാലത്തായിട്ട് കണ്ടുവരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുടുംബങ്ങളിൽ അസ്വസ്ഥതകൾ ഏറിവരികയാണ്. വളരെ സന്തോഷത്തോടെ ആർഭാടമായിട്ട് വിവാഹ കുദാശ ഒക്കെ നിർവഹിച്ച് അധിക നാളുകൾ കഴിയുന്നതിന് മുമ്പ് തന്നെ ഈ വധൂവരന്മാർ വേർവിടുന്ന കാഴ്ചയും കാണുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ മണവാളനും മണവാട്ടിയും അറിഞ്ഞിരിക്കേണ്ടുന്ന ചില അടിസ്ഥാന കാര്യങ്ങൾ ഇവരുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരികയാണ്. സാധാരണ ബുദ്ധിയുടെയും യുക്തിയുടെയും അടിസ്ഥാനത്തിൽ വിശകലനം ചെയ്ത് കണ്ടെത്തുവാനായിട്ട് ഒന്നാക്കി ചേർക്കുന്ന യൂണിഫൈങ് ഫോഴ്സ് എന്താണ്? ഇത് സാധാരണ ബുദ്ധി കൊണ്ട് അന്വേഷിച്ചാൽ കണ്ടെത്താൻ കഴിയുന്നതല്ല. ഈ മക്കൾ ഇരുവരും ഇവരുടെ ബാഹ്യ സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. രണ്ടാമത്, നിങ്ങളുടെ തൊഴിലിലൂടെ നിങ്ങൾ ആർജിക്കുന്ന സമ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആകരുത് നിങ്ങൾക്ക് അന്യോന്യമുള്ള സ്നേഹവും ഐക്യവും. കാരണം അത് ഇന്നല്ലെങ്കിൽ നാളെ ഏതെങ്കിലും കാരണത്താൽ നഷ്ടമായാൽ നിങ്ങളുടെ സ്നേഹത്തിൽ കുറവുണ്ടാകുവാനായിട്ട് ഇടയാകരുത്. അതുകൊണ്ട് സൗന്ദര്യമാണെങ്കിലും സമ്പത്താണെങ്കിലും സമൂഹത്തിലുള്ള സ്ഥാനമാനങ്ങളാണെങ്കിലും ബന്ധുമിത്രാദികളാണെങ്കിലും ഇങ്ങനെയുള്ള ബാഹ്യമായ ഘടകങ്ങൾ ആയിരിക്കരുത് നിങ്ങളുടെ ജീവിതത്തെ കരുപ്പിടിപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാന ഘടകങ്ങൾ. വിവാഹം എന്ന ഈ കൂദാശയിലൂടെ നിങ്ങളിലേക്ക് ഒഴുകിയിറങ്ങുന്ന ദൈവത്തിൻ്റെ കൗദാശിക സാന്നിധ്യമാണ്. ദൈവം കൂട്ടിച്ചേർക്കുന്നത് നിങ്ങളെ ഇരുവരെയും ദൈവത്തോട് കൂടെയാണ്. അതുകൊണ്ട് നിങ്ങളുടെ വിവാഹത്തിൽ മണവാളൻ മണവാട്ടി തന്നെയല്ല, ഇത് കൂടാതെ ക്രിസ്തുവേശുവിൻ്റെ സാന്നിധ്യം കൂടെയുണ്ട്. അല്ലെങ്കിൽ ക്രിസ്തുവേശുവിൽ നിങ്ങളെ ഇരുവരും കൂട്ടിച്ചേർക്കുന്ന വലിയ ശുശ്രൂഷയാണ്, വലിയ കൂദാശയാണ് ഈ വിവാഹ കൂദാശ. നിങ്ങളുടെ ഇടയിലെ ഐക്യത്തിൻ്റെ ശക്തി ആരാണ്? നിങ്ങളുടെ സൗന്ദര്യമോ നിങ്ങളുടെ ധനമോ നിങ്ങളുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ ബന്ധുക്കളോ ഒന്നുമല്ല. നിങ്ങളുടെ ഇടയിലെ ഐക്യത്തിൻ്റെ ശക്തി യേശു ക്രിസ്തുവാണെന്ന് ഓർക്കുക.
അങ്ങനെയാണെങ്കിൽ ജീവിതത്തിൽ എപ്പോഴെങ്കിലും കർത്താവ് മാറി നിൽക്കേണ്ട അവസ്ഥയുണ്ടായാൽ, അല്ലെങ്കിൽ യേശു ക്രിസ്തുവിനെ മാറ്റി നിർത്തിയാൽ, അത് നിങ്ങളുടെ ജീവിതത്തിലെ ഐക്യത്തിന് വിഘാതം വരുത്തുന്ന സംഗതിയായിത്തീരും. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, വിവാഹ ജീവിതത്തിൻ്റെ രഹസ്യവും പരസ്യവുമായ എല്ലാ ഇടപെടലുകളിലും ദൈവ സാന്നിധ്യം തിരിച്ചറിയാനായിട്ട് കഴിയണം. അതുകൊണ്ട് ഒരു നിസ്സാരമായ ഒരു സംഗതിക്കായിട്ടല്ല നിങ്ങളെ വിളിക്കുന്നത്. യഥാർത്ഥത്തിൽ നിങ്ങൾ ഇരുവരും ചേർന്ന് ഇവിടെ ഏറ്റെടുക്കുന്ന കുടുംബം എന്ന ഉത്തരവാദിത്വം ലോകത്ത് നിങ്ങൾ ഏറ്റെടുക്കുന്ന വേറെ ഏതു വലിയ ഉത്തരവാദിത്വങ്ങളെക്കാൾ വലുതാണ്. ഔദ്യോഗിക ജീവിതത്തിൽ ഉന്നത സ്ഥാനങ്ങൾ ലഭിക്കുന്ന സമയത്ത് അതിൻ്റെ ഉത്തരവാദിത്വങ്ങൾ കണ്ടേക്കാം. എന്നാൽ അതിൻ്റെയൊക്കെ ഇരട്ടിയല്ല, ഒരു 4 ഇരട്ടി ഉത്തരവാദിത്വമുള്ള സ്ഥാനത്തേക്കാണ് നിങ്ങളെ കർത്താവ് വിളിച്ച് ചേർക്കുന്നത്. അതുകൊണ്ട് വിവാഹ ജീവിതത്തിൻ്റെ മഹത്വം, അതിൻ്റെ ശ്രേഷ്ഠത നഷ്ടമാകാതെ സൂക്ഷിക്കുവാനായിട്ട് ഓർക്കുക. ബുദ്ധി, യുക്തി ഇതിൻ്റെ അടിസ്ഥാനത്തിൽ, സൗന്ദര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ധനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിവാഹ ജീവിതത്തെ കാണരുത്. മറിച്ച് നിങ്ങളോടുകൂടെ വസിക്കുവാനായിട്ട് സന്നദ്ധനായി ഇറങ്ങി വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യമായിരിക്കണം നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളും ദർശിക്കുവാനായിട്ട് കഴിയേണ്ടത്. അതായത് യേശു ക്രിസ്തുവിൽ കാണുന്ന വലിയ ഭാവങ്ങൾ, ആ ക്വാളിറ്റീസ്, അതാണ് നിങ്ങൾക്ക് ഉണ്ടാകേണ്ടത്. അതുണ്ടെങ്കിലേ സ്നേഹിക്കുവാനായിട്ടും ക്ഷമിക്കുവാനായിട്ടും ഒക്കെ കഴിയുകയുള്ളൂ. അന്യോന്യം മനസ്സിലാക്കുക എന്നതാണ് വിവാഹ ജീവിതത്തിൽ ഏറ്റവും ആദ്യം വേണ്ടത്. 2 സാഹചര്യങ്ങളിൽ വളർന്നു വന്ന നിങ്ങൾക്ക് അല്പകാലത്തെ അടുപ്പം കണ്ടേക്കാം, എന്നാൽ അതുകൊണ്ടായില്ല. എന്നാൽ കൂടുതൽ അടുത്തറിയുക. അങ്ങനെ അടുത്തറിയണമെങ്കിൽ ആദ്യം വേണ്ടത് മറ്റൊരാളെ മനസ്സിലാക്കുവാനായിട്ട്, ഉൾക്കൊള്ളുവാനായിട്ടുള്ള മനസ്ഥിതിയാണ്. ഉൾക്കൊള്ളുവാനായിട്ട്, മനസ്സിലാക്കുവാനായുള്ള മനസ്ഥിതി ഉണ്ടായിക്കഴിഞ്ഞാൽ വേറെ ഏത് കാര്യങ്ങളാണെങ്കിലും ശരി, അതിനെല്ലാം തരണം ചെയ്യുവാനായിട്ടുള്ള വലിയ സ്വർഗീയ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് കിട്ടുമെന്ന് നിങ്ങൾ ഓർത്തിരിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ ഈ വിവാഹ കൂദാശ ഈ വിശുദ്ധ ദേവാലയത്തിൽ തുടങ്ങി ഇവിടെ ഇന്നങ്ങ് തീരുന്നതല്ല. അങ്ങനെ നിങ്ങൾ ധരിക്കരുത്. ഞങ്ങളുടെ വിവാഹ കൂദാശ കഴിഞ്ഞു എന്ന് പറയരുത്. യഥാർത്ഥത്തിൽ നിങ്ങളുടെ വിവാഹ കൂദാശ നിങ്ങളുടെ ജീവിതത്തിൽ ഉടനീളം തുടരുന്ന പ്രക്രിയ തന്നെയാണ്. എ കണ്ടിന്യൂവസ് സാക്രമെന്റ് ദാറ്റ് വിൽ കണ്ടിന്യൂ ടിൽ ദ എൻഡ് ഓഫ് യുവർ ലൈഫ്. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസാനം വരെ തുടരുന്നൊരു കൂദാശയാണ് ഇത്. ആ കൂദാശയിലേക്ക് ഇനീഷ്യേറ്റ് ചെയ്യുകയാണ്, ആ കൂദാശയിലേക്ക് കൈപിടിച്ച് ആനയിക്കുകയാണ് ദേവാലയത്തിൽ കാർമ്മികരായിരിക്കുന്ന ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് വിവാഹ കൂദാശ ഇവിടെ തീരുന്നില്ലെന്നല്ല, പ്രത്യക്ഷത്തിൽ കാണുന്ന കൂദാശ ഈ ദേവാലയത്തിൽ തീർന്നാലും നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹ കൂദാശ അത് കേവലം ഒരു കൂദാശയായിട്ട് അല്പനേരത്തേക്കുള്ളതല്ല. ആ കൗദാശികത ജീവിതത്തിൽ ഉടനീളം കാണേണ്ടതാണ്. അതുകൊണ്ട് ഇതൊരു കണ്ടിന്യൂവസ് സാക്രമെൻ്റ് ആണെന്ന് ഓർത്തിരിക്കുക. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം, ദൈവ സാന്നിധ്യം ജീവിതത്തിൽ ഉടനീളം അനുഭവിക്കുവാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നുവെങ്കിൽ യഹോവ പണിയുന്ന വലിയ ഭവനം അതിൻ്റെ ഉടമകളാകുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അല്ലെങ്കിലോ യഹോവ പണിയാതെ ഇരുന്നാൽ പണിയുന്നവൻ വെറുതെ അധ്വാനിക്കുന്നുവെന്ന ജ്ഞാനിയായ ശലോമോൻ്റെ വാക്കുകൾ അതായിരിക്കും നടമാടുക. അതുകൊണ്ട് 2 നേരം പ്രാർത്ഥിക്കുന്ന രീതി ഉണ്ടാകണം, അതിന് മാറ്റം ഉണ്ടാക്കരുത്. അങ്ങനെ നിങ്ങൾ കർത്താവിനെ ആരാധിക്കുന്നവരായാൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതിൽ കൂടുതൽ നിങ്ങളെ നയിക്കുവാനായിട്ട് ജീവിതയാത്രയിൽ നിങ്ങളോട് കൂടെ ഇരുന്ന് ഇസ്രായേൽക്കാർക്ക് പാറയിൽ നിന്ന് ജലം നൽകുവാനായിട്ട് അവന് കഴിഞ്ഞുവെങ്കിൽ, ആകാശത്തു നിന്ന് മന്ന നൽകുവാനായിട്ട് സർവശക്തനായ ദൈവത്തിന് കഴിഞ്ഞുവെങ്കിൽ, പകൽക്കാലങ്ങളിൽ മേഘസ്തംഭമായിട്ട് അവൻ ദൈവജനത്തെ നയിച്ചുവെങ്കിൽ, രാത്രിയിൽ അഗ്നിത്തൂണായിട്ടാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലും പാറയിൽ നിന്ന് ജലവും പകൽക്കാലങ്ങളിൽ മേഘസ്തംഭവും ഒക്കെയായിട്ട് നിങ്ങളെ നയിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ സാധിക്കും. ആയതിന് സർവശക്തൻ നിങ്ങളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ച് എല്ലാ അനുഗ്രഹങ്ങളും നേർന്ന് എൻ്റെ വാക്കുകളെ നിർത്തുന്നു. ദൈവമായ കർത്താവേ, അനശ്വരമായ വിരുന്നിനും അഴിവില്ലാത്ത മണവറയ്ക്കും ഞങ്ങളെ നീ യോഗ്യരാക്കണമേ. ആ വിരുന്നിലേക്ക് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന അതിഥികളോടുകൂടെ നിന്റെ നിത്യമായ സന്തോഷത്തിലേക്ക്
ഞങ്ങളെ ക്ഷണിക്കണമേ. അവരുടെ കൂട്ടത്തിലും ഇടയിൽ നിന്നുകൊണ്ട് ഞങ്ങൾ നിനക്ക് സ്തുതിയും സ്തോത്രവും കരേറ്റുന്നു. ഹോശോ വബുകുലസ് ബാലവൽമീ. ആദിമനീതിരെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. ൗവയോടാദാമിനെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. സാരയോടൊബരാമിനെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. പ്രഭുക്കയോടിസഹാക്കിനെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. റാഹേലോട് യാക്കോബിനെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. പ്രാർത്ഥിക്കുമോ ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. പോലം വാദാമുൽവോലം പുൽമേലാമേ. ബസ്രേലിൽ യൗസേപ്പിനെ വാഴ്ത്തിയ ദൈവം തന്റെ കൃപയാ ഈ ദാസരെ വാഴ്ത്തട്ടെ ദേവാ. ദയ ചെയ്തിടണമേ. പറയ്ക്കുമോർ കർത്താവെ പരസ്പരം ബദ്ധരായിരിക്കുന്ന ഈ ദാസ്യത്തിൻ്റെ നൽവരം കൊണ്ട് ഐശ്വര്യത്തെ ശ്രേഷ്ഠാക്കുകയും നിന്റെ ദാനങ്ങളെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്റെ ദിവ്യകൽപ്പനകളിൽ നിന്നുള്ള ആനന്ദം കൊണ്ട് ഇവരെ നിറയ്ക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധരുമായുള്ളവേ, സന്തോഷ ഉല്ലാസങ്ങളോടെ ഇവർ നിനക്ക് സ്തുതി പാടുകയും തിരുസന്നിധിയിൽ ആഹ്ലാദിക്കുകയും ചെയ്യുമാറാകണമേ. ഹോശോ വബ്കുലസ് ബാലവൽമീ. ശുഭഹോല ബോല ബറോവൽ റൂഹോ കാദീശോ. മനവോലം വാദാമുൽവോലം പുൽമേലാമേൽ. മണവറയേൽമേൽ സ്വർഗത്തിൽ സഭയെ നിൻകാന്തൻ സ്ഥാപിച്ച വാഗ്ദത്തം പോൽ സ്വർഗമേവും ശുൽത്തോലന്മാർ കൈലേയർക്കും ചിലരേക്കാൾ നിന്നെ മേലാക്കി. സ്തോമൻ കാലോ നാം എല്ലാവരും നമസ്കരിച്ച് കർത്താവിനോട് അനുഗ്രഹങ്ങളും മനോഗുണവും യാചിക്കണം. അനുഗ്രഹിക്കുന്നതിനായ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്ത് ഞങ്ങളെ സഹായിക്കണമേ. സ്തുതിയും സ്തോത്രവും പ്രാഭവും പുകഴ്ചയും അനശ്വരമായ നല്ല ഉന്നതിയും സദാ നേരവും ഇടപെടാതെ കരേറ്റുവാൻ അടിയങ്ങൾ യോഗ്യരാകണമേ. ബാർക്കുമോറുണ്ടായിരുന്നവനും ഇപ്പോൾ ഉള്ളവനും എന്നേക്കും നിലനിൽക്കുന്നവനുമായ സ്വയംഭൂവും മലഹമാർ തന്റെ സിംഹാസനം ചുറ്റും നിന്നുകൊണ്ട് തനിക്ക് ആരാധന അണയ്ക്കുന്ന അനാദ്യന്തമായ വചനവും തൻ്റെ ബഹുലമായ കരുണ നിമിത്തം ഞങ്ങളുടെ എല്ലാവരുടെയും മേൽ ദയവ തോന്നി തിരുസന്നിധിയിലേക്ക് ഞങ്ങളെ തിരികെ വരുത്തുകയും തന്നിൽ നിന്ന് അന്യമായി പോയിരുന്ന ഞങ്ങളുടെ പ്രകൃതത്തെ
സ്നേഹപൂർവ്വം തന്നോട് സമീപിക്കുകയും ചെയ്ത മഹോന്നതനും ഏതൊരു തത്വജ്ഞാനിക്കും താർക്കികനും തൻ്റെ തത്വത്തെ ആരാധിക്കുവാനല്ലാതെ പരിശോധിക്കുവാനോ ആരാഞ്ഞറിയുവാനോ കഴിവില്ലാതിരിക്കുന്നവനും അധികാരികൾക്ക് കിരീടം നിർമ്മിക്കുന്നവനും തന്നാൽ അഴിക്കപ്പെട്ടതെല്ലാം അഴിക്കപ്പെട്ടും ബന്ധിക്കപ്പെടുന്ന സകലതും ബന്ധിതമായിരിക്കുന്നവനും തൻ്റെ വല്ലഭത്തിൻ്റെ മഹിമയ്ക്കായി മണവാളന്മാർക്കും മണവാട്ടികൾക്കും സന്തോഷ കിരീടങ്ങളെ പ്രദാനം ചെയ്യുന്നവനുമായ കർത്താവിന് സ്തുതി. അടിയങ്ങൾ ആയുസോടിരിക്കുന്ന ദിവസങ്ങളിലൊക്കെയും സ്തുതിയും ബഹുമാനവും ആരാധനയും അങ്ങേക്ക് യോഗ്യമാകുന്നു. വകുലകുന്യവുമോ സ്വതഹായ നിന്നോട് യാചിച്ചു കൊള്ളുവാൻ നീ ഞങ്ങളോട് ആവശ്യപ്പെടുന്നു. കൃപാദാനങ്ങളിൽ അവിടുന്ന് തിടുക്കമുള്ളവനാകുന്നു. ശിക്ഷാർഹന്മാരുടെ പ്രതികാരങ്ങളിൽ അവിടുന്ന് ഉദാസീനതയും ദീർഘക്ഷമയും കാണിക്കുന്നു. ഇവിടെ സന്നിഹിതരായി നിന്റെ കരുണയുടെ നിഴലിലും ദൈവത്തിന്റെ തണലിലും അഭയം പ്രാപിച്ചിരിക്കുന്ന ഇവരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. സകല പ്രവൃത്തികളിലും ഉത്തമരായിരിക്കാൻ തക്കവണ്ണം ഇവർക്ക് സ്വസ്ഥതയും രക്ഷയും നൽകണമേ. നിന്റെ സത്യത്തിൽ തന്നെ ചരിപ്പാൻ തക്കവണ്ണം നിന്റെ ന്യായപ്രമാണ മാർഗത്തിൽ ഇവരെ കാത്ത് നയിക്കണമേ. സ്വർഗരാജ്യത്തിലേക്ക് നയിക്കുന്ന നേർവഴിയിൽ കൂടി പ്രയാണം ചെയ്യുവാൻ ഇവർക്ക് അവിടുന്ന് കൃപ നൽകണമേ. ആത്മീയ നൽവരങ്ങളിൽ തൽപരരും ആത്മശരീരങ്ങൾക്ക് പ്രയോജനമായ ദൈവിക വ്യാപാരങ്ങളിൽ ഏർപ്പെട്ട് ലാഭമുണ്ടാക്കുന്നവരുമായി തീരുവാൻ ഇവർക്ക് സംഗതിയാകണമേ. ശപിക്കപ്പെട്ടവനായ സാത്താനദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാൻ തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ അവിടുന്ന് സംയോജിപ്പിക്കണമേ. ഞങ്ങളെയും ഇവരെയും നിന്റെ ആത്മീയമായ മുന്തിരിത്തോപ്പിൽ നീതി പ്രവർത്തിക്കുന്ന വേലക്കാരും നിന്നോടുള്ള ഭക്തിയിലും നിന്റെ കൽപ്പനകളുടെ ആചരണത്തിലും തീക്ഷ്ണതയുള്ളവരുമാക്കണമേ. കർത്താവേ, ഞങ്ങളെ നിന്റെ വിശുദ്ധന്മാരുടെ കൂട്ടങ്ങൾക്ക് സദൃശ്യരും പരസ്പരം സ്നേഹിക്കുന്നവരും ദുഷ്ടനെ വെറുക്കുന്നവരും നിന്റെ ദൈവത്വത്തെ അനുസരിക്കുന്നവരും ശത്രുക്കളെ അനുഗ്രഹിക്കുന്നവരും ആക്കി തീർക്കുമാറാകണമേ. കർത്താവേ, ഞങ്ങൾ നിന്റെ ശ്രേഷ്ഠതയെ ആരാധിക്കുന്നവരും നിന്റെ കർത്തൃത്വത്തെ പ്രീതിപ്പെടുത്തുന്നവരും ആയി തീരുമാറാകണമേ. ദൈവമായ കർത്താവേ, വിശ്വാസികളായി ഞങ്ങളെ വാങ്ങിപ്പോവരെ ആശ്വസിപ്പിക്കണമേ. സ്വർഗരാജ്യത്തിൽ അവരെ ആനന്ദിപ്പിക്കുകയും ചെയ്യണമേ. നീ ഉത്തമനും മനുഷ്യപ്രീതിയുമുള്ളവനാകുന്നുവല്ലോ. ഞങ്ങൾ നിനക്കും നിന്റെ പിതാവിനും നിന്റെ പരിശുദ്ധ റൂഹായിക്കും സ്തുതിയും സ്തോത്രവും കരയിട്ടും ബാറയ്ക്കുമോശോ ദൈവത്തിൽ നിന്ന് കടങ്ങൾക്ക് പരിഹാരവും പാവങ്ങൾക്ക് മോചനവും രണ്ട് ലോകങ്ങളിലും ഇന്ന് വന്നേക്കും നാം കൈക്കൊള്ളുമാറാകട്ടെ. സുന്ദരകളിലത് സുന്ദരനേ ജാതികളിൽ സോനം നിന്നതരങ്ങൾ മധുവർഷിക്കുന്ന വസന സുഗന്ധം കുസുമസമം സഭയെ സകലവിധം സുമുഖി നീ കരതീണ്ടാത്ത ശ്രീപായെ വന്നിപ്പതിനാൽ രാജാവമ്മ ശിവ ഹല്ലേലൂയ കാക്കുന്നു നിന്നെ ബാറയ്ക്കുമോ ശുഭോല ബോല ബറോവർ റൂഹോ കാദിശോ ഹല്ലേലൂയ പുനരിലപ്പരമോന്നതനം ദൈവത്തെ വാഴ്ത്തും ജീവൻ പറവയോടൊപ്പം സദസംഗീതത്തിൽ ദാവീദിന്റെ കിന്നരവും പേര് അവളീറയരോടൊപ്പം പാടുന്നു 150 തമ്പികളിലും തമ്പുരുവാദ്യത്താൽ അവളുടെ യോനെ വാഴ്ത്തിയിടും ഉലകങ്ങളിലും
ഹല്ലേലൂയ കൃപ വർഷിച്ചിടാം മുറിയോറാഖ്യമേലുവതാരേ പറയ്ക്കുമോർ കൊത്തിനെ പട്ടത്തിൽ കല്യാണ വിരുന്നിനായി ക്ഷണിക്കപ്പെടുകയും വെള്ളത്തെ മേൽത്തരം വീഞ്ഞായി മാറ്റുകയും ചെയ്ത മനുഷ്യസ്നേഹിയും സാക്ഷാൽ സത്യമണവാളനുമായ കർത്താവേ, ഇപ്പോൾ നിന്റെ പരിശുദ്ധ ബലിപീഠത്തിന് മുൻപാകെ തല ഉനിച്ചു നിൽക്കുന്ന ഈ നിന്റെ മക്കളെ ഈ സുഗന്ധവും അംഗീകരിച്ചുകൊണ്ട് അനുഗ്രഹിക്കണമേ. കരുണയും ദൈവം നിറഞ്ഞതാതിൻ്റെ ഫലത്തെ ഇവരുടെ ആമേൽ ആവസിപ്പിക്കണമേ. ആത്മീയമാതിൻ്റെ മണവറയിൽ ഇവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യണമേ. നിന്നെ സ്നേഹിക്കുകയും നിന്റെ കൽപ്പനകൾ ആചരിക്കുകയും ചിലവരായ വിശുദ്ധന്മാർക്ക് വാഗ്ദാനം ചെയ്തിട്ടുള്ള വിരുന്നിന് ഞങ്ങളെയും ഇവരെയും യോഗ്യരാക്കുകയും ചെയ്യണമേ. ഞങ്ങളിവരും നിന്റെ വലത്തുഭാഗത്ത് നിന്നുകൊണ്ട് നിന്റെ കരുണയെ ദർശിക്കുകയും നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധർക്കായും സ്തുതി സ്തോത്രവും കയറ്റുകയും ചെയ്യുമാറാകണമേ. ഓശോ പരിശുദ്ധനായ പൗലോസ് ശ്ലീഹായ എഫേസ്യർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്നും ശ്രീകാരുടെ സ്തുതിയും നമ്മുടെ മേൽ തന്നെ അനുഗ്രഹങ്ങളും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ നാമത്തിൽ സർവദാ സർവത്തിനും വേണ്ടി പിതാവായ ദൈവത്തെ സ്തുതിക്കുവിൻ. മശിഹായിലുള്ള സ്നേഹത്താൽ പരസ്പരം കീഴ്പ്പെടുകയും ചെയ്യുവിൻ. സ്ത്രീകളെ നമ്മുടെ കർത്താവിനെ എന്ന പ്രകാരം നിങ്ങൾ നിങ്ങളുടെ ഭർത്താക്കന്മാരെ അനുസരിപ്പിൻ. എന്തെന്നാൽ മശിഹാ സഭയുടെ തലയും ശരീരത്തിൻ്റെ രക്ഷിതാവുമാകുന്ന പ്രകാരം ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു. സഭ മശിഹായ്ക്ക് കീഴ്പ്പെടുന്ന പ്രകാരം തന്നെ ഭാര്യമാരും അവരുടെ ഭർത്താക്കന്മാർക്ക് സകലത്തിലും കീഴ്പ്പെടണം. ഭർത്താക്കന്മാരെ മശിഹാ തൻ്റെ സഭയെ സ്നേഹിക്കുകയും അവളെ വിശുദ്ധീകരിക്കുവാൻ വേണ്ടി തന്നെ തന്നെ സമർപ്പിക്കുകയും ചെയ്തതുപോലെ നിങ്ങൾ ഭാര്യമാരെ സ്നേഹിക്കണം. അവർ സഭയെ വിശുദ്ധീകരിക്കുന്നതിന് ജലം കൊണ്ട് കഴുകി വചനത്താൽ വെണ്മയുള്ളതാക്കി. ഇത് അവളെ കറയോ ചുളിവോ മറ്റു കുറവുകളോ ഇല്ലാത്ത മഹത്വപൂർണ്ണയായി തനിക്ക് തന്നെ പ്രതിഷ്ഠിക്കുന്നതിനും അവൾ കളങ്കരഹിതയും പരിശുദ്ധയുമായിരിക്കുന്നതിനും വേണ്ടിയാണ്. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ സ്വന്തം ശരീരങ്ങളെ എന്ന പോലെ ഭാര്യമാരെ സ്നേഹിക്കേണ്ടതാകുന്നു. എന്തെന്നാൽ തൻ്റെ ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാകുന്നു സ്നേഹിക്കുന്നത്. ആരും ഒരിക്കലും സ്വന്തം ശരീരത്തെ ദ്വേഷിക്കുന്നില്ലല്ലോ. പിന്നെയോ മശിഹാ സഭയ്ക്ക് വേണ്ടി എന്ന പോലെ അതിനെ പോഷിപ്പിക്കുകയും അതിനു വേണ്ടി ഉത്സാഹിക്കുകയും ചെയ്യുന്നു. നാം അവിടുത്തെ ശരീരത്തിൻ്റെ അവയവങ്ങളാണ്. ഈ കാരണത്താൽ പുരുഷൻ തൻ്റെ പിതാവിനെയും മാതാവിനെയും വിട്ട് തൻ്റെ ഭാര്യയോട് ചേരും. അവരിരുവരും